കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ തീപിടുത്തം ബാധിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. കോർപ്പറേഷൻ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഉടൻ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ വിവിധ വ്യാപാര സംഘടനകളുടെ നേതാക്കളും മറ്റ് ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. കെട്ടിടത്തിൽ തീപിടുത്തം നേരിട്ട് ബാധിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം. കെട്ടിടത്തിലെ മുഴുവൻ വയറിങ്ങുകളും മാറ്റണമെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അത് 3 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാകുമെന്നും മേയർ പറഞ്ഞു. 11.5 കോടിയുടെ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഘട്ട പരിപാടിക്ക് തന്നെ റഫായിട്ട് തന്നെ നമ്മൾ കണക്കിലെടുത്തപ്പോൾ 1 കോടിയോളം രൂപ ഇതിനു വേണ്ടി ചെലവാകും. അതിന്റെ എല്ലാ തീരുമാനവും എടുത്തു. തീപിടുത്തമുണ്ടായതിനു പിന്നാലെ കച്ചവടം നടക്കാത്ത സ്ഥാപനങ്ങളിലെ വാടക ഒഴിവാക്കി തരണമെന്ന് യോഗത്തിൽ വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കൗൺസിലിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനം അറിയിക്കാമെന്ന് മേയർ മറുപടി നൽകി. അതേസമയം തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ കളക്ടർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷമാകും അന്തിമ റിപ്പോർട്ട് കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുക. 24 കോഴിക്കോട്.